അധികം സമയം കളയാതെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ മുഖ്യ അതിഥി മിസ് സൂസൻ ജോർജ്. നമ്മൾ പറയാറില്ലേ, അധികം സമയം കളയാതെ, അധികം താമസിപ്പിക്കാതെ, വൈകിപ്പിക്കാതെ എന്നൊക്കെ പറയാറില്ലേ. അത് നമുക്ക് ഇംഗ്ലീഷിൽ മനോഹരമായിട്ട് പറയാം, വിതൗട്ട് ഫർദർ അഡ്യൂ. എന്താണ് വിതൗട്ട് ഫർദർ അഡ്യൂ? എന്നിട്ട് ഇപ്പൊ പറഞ്ഞേ, വിതൗട്ട് ഫർദർ അഡ്യൂ, വിതൗട്ട് ഫർദർ അഡ്യൂ, അധികം സമയം കളയാതെ. നമുക്ക് ഇങ്ങനെ പറയാം, വിതൗട്ട് ഫർദർ അഡ്യൂ, ലെറ്റ്സ് വെൽക്കം our chief guest Miss Susan George on to the stage. Easy അല്ലേ? Without further ado, let's welcome, നമുക്ക് സ്വാഗതം ചെയ്യാം our chief guest, നമ്മുടെ മുഖ്യാതിഥി ആരാണ്? Miss Susan George on to the stage, on to the stage. ഈ പേര് എങ്ങനെ വന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. അതായത് ഞാനിങ്ങനെ ഈ ഒരു ഇൻട്രോ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കരുതി എന്ത് പേരാ അപ്പോൾ കൊടുക്കുകയെന്ന്. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മുടെ ഫാമിലിയിലെ മെമ്പറാണ്. സോ ഞാനത് എന്താ പറയുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ചുമ്മാ നോക്കിയപ്പം ആദ്യം തന്നെ കണ്ടേക്കുന്നത് ഈ പേരാണ്, മനോഹരമായ ഈ പേരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഈ പേര് തന്നെ ആവട്ടെ എന്ന്. ഓക്കെ, ഓൺ ടു എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ആണ്, അല്ലെ ഒരു ആക്ഷൻ ആണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നടന്നു വരിക അല്ലെങ്കിൽ വരിക എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ പുറത്ത് നിൽക്കുന്ന ഒരാളെ ആയിരിക്കാം നമ്മുടെ വേദിയിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓൺ ടു യൂസ് ചെയ്തത് കേട്ടോ, ഓൺ ടു ദ സ്റ്റേജ് എന്ന് പറഞ്ഞത്. ഈ വിതൗട്ട് ഫർദർ അഡ്യൂ എന്ന് പറയുന്നത് നമ്മൾ അധികവും ഫോർമൽ ആയിട്ടാണ് യൂസ് ചെയ്യാറ്. അതായത് എന്തെങ്കിലും പ്രസന്റേഷൻ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ മീറ്റിങ്ങുകൾ ഉണ്ടാവുമ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മൾ അധികം ഇത് യൂസ് ചെയ്യാറ്. ഇപ്പൊ നമ്മൾ ഓഫീസിലോ കോളേജിലോ ഒക്കെ ഒരു പ്രസന്റേഷൻ നടത്താൻ പോകുമ്പോൾ നമുക്ക് പറയാം, വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ലുക്ക് അറ്റ് ടുഡേയ്സ് പ്രസന്റേഷൻ, ലെറ്റ്സ് ലുക്ക് അറ്റ് ടുഡേയ്സ് പ്രസന്റേഷൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് സമയം വൈകിപ്പിക്കാതെ നമുക്ക് നമ്മുടെ പ്രസന്റേഷനിലേക്ക് കടക്കാം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് കേട്ടോ. ഇതിപ്പോ ഇൻഫോർമൽ ആയിട്ടും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും പോയിട്ട് ഈ ഒരു രീതിയിൽ പറയാറില്ല, അല്ലെ കുറച്ചുകൂടെ നമുക്ക് അടുപ്പുള്ള ആളുകളോടൊന്നും അങ്ങനെ പറയാറില്ല. അപ്പൊ അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ പറയാം ഈ സംഭവം തന്നെ, അതായത് വളച്ചൊടിക്കാതെ അല്ലെ സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്കുമെന്ന് പറയാറില്ലേ, അതെങ്ങനെയൊക്കെ പറയാമെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ പോയിന്റ് എന്ന് പറയാം. ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്, ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. അതായത് വളച്ചൊടിക്കാതെ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് വരാം, അങ്ങനെ ഒരു അർത്ഥമായിട്ടോ ഇവിടെ വരുന്നത്. അതായത് വെറുതെ ഇങ്ങനെ വളച്ചൊടിച്ച് സമയം കളയണ്ട, നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞേ, ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇഡിയമാണ് കട്ട് ടു ദ ചേസ്. കട്ട് ടു ദ ചേസ് എന്നാണ്, കട്ട് ടു ദ ചേസ്. അതായത് വളച്ചൊടിച്ച് പറയുന്നതൊക്കെ നിർത്തിയിട്ട് നേരിട്ട് കാര്യത്തിലേക്ക് നേരിട്ട് വാ എന്ന് തന്നെയാണ് അർത്ഥം, കട്ട് ടു ദ ചേസ്. മനസ്സിലായില്ലേ? ഇതേ മനസ്സിലായി എന്ന് പറഞ്ഞ് തലയാട്ടി പോയേക്കല്ലേ. ഇതൊന്നും എഴുതി വെക്കണേ, ഞാൻ എപ്പോഴും പറയാറുണ്ട് എഴുതി വെക്കണം, എഴുതി വെച്ചേ പറ്റൂ. ഓക്കെ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ചുമ്മാ അതിങ്ങനെ മറക്കുകയോ ഒന്ന് നോക്കുക. നമുക്കറിയാതെ ചിലതൊക്കെ നമ്മുടെ മനസ്സിലങ്ങ് കയറും. ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് നമ്മുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യാം എന്നെങ്ങനെ പറയാം? കൂടുതൽ സമയം കളയാതെ നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് സമ്മാനം എന്ത് ചെയ്യാം? വിതരണം ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എങ്ങനെ പറയാം?